ആശയങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് മഴവില്ലിൻ നിറം വന്നു ചേരുകയാണ്. ചെറു കാൻവാസുകളിൽ ഒതുങ്ങാത്ത ആശയങ്ങൾക്ക് പിന്നീട് വീടിന്റെ ഭിത്തി ആകമാനം മാധ്യമമായി മാറി. ഒരിടം മാത്രമല്ല, മുത്തൂർ അരുണാപുരത്ത് വീടിന്റെ ഭിത്തിയിൽ ആകമാനം അശ്വിന്റെ നിറച്ചാർത്തുകളാണ്. ഇഷ്ടദൈവങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും കാർട്ടൂൺ കഥാപാത്രങ്ങളും എല്ലാം ഇവിടെ ചായത്തിൽ മനോഹര രൂപങ്ങളായി തീർന്നിരിക്കുന്നു. കോവിഡ് കാലത്ത് പേപ്പർ തുണ്ടുകളിലാണ് അശ്വൻ ചിത്രപ്പണികൾക്ക് ഹരിശ്രീ കുറിച്ചത്. പ്രിയപ്പെട്ട അധ്യാപിക മഞ്ജുഷ രചനയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തി. രക്ഷിതാക്കൾ പോലും ആ കുഞ്ഞു കഴിവുകൾ തിരിച്ചറിഞ്ഞത് ശേഷം മാത്രമാണ്. മെഷർമെന്റ്സ് എടുക്കുന്ന വെച്ചാൽ ചെറുതായിട്ട് എടുക്കും. അല്ല, ഇത് ഉയരമില്ലേ, സർക്കിൾ ഇടുമ്പോൾ തന്നെ അറിയാലോ സ്ട്രെച്ചർ. മനസ്സിൽ വിചാരിക്കുന്ന സാധനം അതേപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ചില മാറ്റവും വരുത്തും. കാവുംഭാഗം ദേവസ്വം ബോർഡ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിന്റെ ചിത്രരചനാ വിശേഷങ്ങൾ കൂട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം ഇപ്പോഴറിയാം. ചെറു ക്യാൻവാസുകളിൽ നിന്നും ഭിത്തിയുടെ വിശാലതലത്തിലേക്ക് അശ്വിന്റെ ആശയങ്ങളെ വികസിപ്പിച്ചതിൽ അച്ഛൻ അഭിലാഷിനും അമ്മ ശ്രീജയ്ക്കും ചെറുതല്ല പങ്ക്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി കളിക്കാനൊന്നും മൊബൈലിലൊക്കെ നോക്കിയിട്ട് ഈ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് തയ്യാറാവും. പിന്നെ നമ്മൾ കൂട്ടിരിക്കും. വേറെ വരയ്ക്കാനായിട്ട് സ്ഥലങ്ങളില്ല. നമ്മൾ പിന്നെ ഇതിന് കളിക്കാൻ പോകാനും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. റോഡ് കണ്ടില്ലേ, അപ്പോൾ ഒരവസ്ഥയാണ്. അപ്പോൾ അവന് സമയം പോകാൻ എളുപ്പം, അവന് താല്പര്യം ചെയ്താൽ പിന്നെ ചെയ്തോട്ടെന്ന് വിചാരിച്ചു. വരയിൽ തെളിയുന്ന വർണ്ണങ്ങൾക്ക് നിരവധി ആസ്വാദകരുണ്ട്. വീട്ടിലേതെന്ന പോലെ നാട്ടുകാരായ ചിലരും വ്യാപാര സ്ഥാപന ഉടമകളിൽ മറ്റു ചിലരും അശ്വിന് വിശാല ക്യാൻവാസ് ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. കൊള്ളാല്ലേ, അശ്വിൻ്റെ വരകളും ഒക്കെ അതിമനോഹരമായിട്ടിരിക്കുന്നുണ്ട്. CK അഭിലാലുണ്ട് നമുക്ക് അശ്വിനെ പറ്റി പറഞ്ഞു തരാനായി. അഭിലാൽ ഈ ഇൻട്രോയിൽ തന്നെ, ആമുഖത്തിൽ തന്നെ ആദ്യം സൂചിപ്പിച്ചത് വീട്ടിലെ ചുമരിൽ ഭിത്തിയിൽ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ വരച്ചിടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമോ വഴക്ക് പറയുമോ എന്നുള്ളതാണ്. അശ്വിനെ കണ്ടിട്ട് അഭിലാൽ എന്ത് തീരുമാനിച്ചു? പേപ്പറിലോ ക്യാൻവാസിലോ പടം വരയ്ക്കുന്ന പോലെയല്ല ഒരു വീടിന്റെ ഭിത്തിയിൽ പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ. അത്രത്തോളം മികവാർന്ന പടം വരച്ചില്ലെങ്കിൽ ആ ഭിത്തി മോശമായി പോവും. ചില്ലറ പൈസ കൊണ്ട് പെയിന്റ് അടിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്തായാലും അശ്വിൻ്റെ രക്ഷിതാക്കൾ അഭിലാഷിനെയും ഒപ്പം ശ്രീജയും അഭിനന്ദിച്ചേ മതിയാവൂ. കാരണം അവരിരുവർക്കും മകനിലുണ്ടായ ആത്മവിശ്വാസം, അവൻ്റെ കഴിവിലുണ്ടായ പ്രതീക്ഷയും ആത്മവിശ്വാസവും തന്നെയാണ് വലിയ ക്യാൻവാസ് അവനായി തുറന്നു കൊടുക്കാൻ ഇടയാക്കിയത്. അത്ര മനോഹരമായ ചിത്രങ്ങൾ അശ്വിൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വരയ്ക്കുന്നുണ്ട്. മറ്റ് ചിലരെ പോലെ തന്നെ കോവിഡ് കാലയളവിൽ വീട്ടിൽ ഇരുന്ന സമയത്ത് വെള്ള പേപ്പറിൽ കുത്തിക്കുറച്ചു. പിന്നീടത് ചെറിയ ചിത്രങ്ങളായി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വരച്ച ചിത്രങ്ങളൊക്കെ തന്നെ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക മഞ്ജുഷയെ കാണിക്കുന്നത്. അങ്ങനെ മഞ്ജുഷയാണ് അശ്വിനിൽ ഇത്ര മികവാർന്ന ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അങ്ങനെ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയാണ്, കുഞ്ഞിനെ ഈ രീതിയിൽ ഈ മേഖലയിൽ പ്രോത്സാഹനം നൽകിയാൽ അവൻ മികവുറ്റ ഒരു കലാകാരനായി, ചിത്രകാരനായി മാറും എന്ന് പറയുകയാണ്. അങ്ങനെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഈ സമീപകാലത്താണ് ചുവരിലേക്ക് ചിത്രം വരച്ചാൽ എന്താണ് എന്നുള്ളൊരു ആശയം അവൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ മകൻ്റെ ചിത്ര കലാരംഗത്തെ വൈഭവം തിരിച്ചറിഞ്ഞ രക്ഷിതാക്കൾ ഇരുവരും വീടിൻ്റെ ഭിത്തി പൂർണ്ണമായി അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആവശ്യമുള്ള നിറങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വീടിൻ്റെ സ്വീകരണ മുറിക്കുള്ളിലെ പല ഭിത്തികളിലായി ആദ്യം വരച്ചു. ഇപ്പോൾ വീടിൻ്റെ അകവും പുറവുമായി നിരവധി ഭിത്തികൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സമീപവാസികളൊക്കെ തന്നെ പുറത്തെ ചിത്രങ്ങൾ കണ്ടാണ് ഈ സവിശേഷമായ വൈഭവം അശ്വിനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. കാരണം 12 വയസ്സുകാരൻ്റെ ചിത്രങ്ങൾ അത്ര മനോഹരമായി സമീപവാസികൾക്കും ഫീൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ്.